ആരും മുടക്കമുണ്ട്, എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ പക്കൽ വന്ന് കരയുന്ന ഈ സ്ത്രീയെ പറ്റിയുള്ള സുവിശേഷ വിവരണം എത്ര കേട്ടാലും കേട്ട് മടുത്തു തോന്നാത്ത എല്ലാ സുവിശേഷവും അങ്ങനെയാണ്. കാരണം അത് ജീവൻ്റെ വാക്കുകളാണ്. നമുക്ക് ഈ വചനഭാഗം ശ്രദ്ധയോടെ ധ്യാനിക്കാം. പട്ടണപാപിനി എന്നാണ് ഈ സ്ത്രീയെ വിളിച്ചിരിക്കുന്നത്. പട്ടണപാപിനി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നാണ് കരുതപ്പെടുന്നത്. യേശു ഭക്ഷണം കഴിക്കുന്ന ആളുടെ പറ്റി പറയുന്നത് ഫരീസയൻ എന്നാണ്. രണ്ടറ്റമാണ്. ഫരീസയൻ എന്ന് പറയുന്ന ആരാണ്? സമൂഹത്തിൽ വളരെയേറെ ആത്മീയമായി അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ആ നാട്ടിലെ ഏറ്റവും വലിയ ആത്മീയ നേതാവായിരിക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈശോയ്ക്ക് ഭക്ഷണം. ആ വീട്ടിലേക്ക് കയറി വരുന്ന ആ വ്യക്തി നേരെ വിപരീതമായ അവസ്ഥയിലാണ്, പാപത്തിൻ്റെ പടുകുഴിയിലാണ്. ആ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. കർത്താവിൻ്റെ പാദങ്ങൾ കിടന്ന് കണ്ണുനീര് ഒഴുക്കി. POCയുടെ ആദ്യത്തെ ബൈബിൾ പറയുന്നത് കാല് കഴുകിയെന്ന്. ഇപ്പോഴത്തെ ബൈബിൾ പറയുന്നത് കണ്ണുനീരുടെ കാല് നനച്ചെന്ന്. എന്താ വ്യത്യാസം? ഞാൻ വിചാരിച്ചുകൊടുന്ന കാല് കഴുകാനാകുമ്പോൾ ഒത്തിരി കണ്ണീര് കാണും, നനയ്ക്കാൽപ്പം മതിയല്ലോ. അങ്ങനെ ഇന്നലെ ചിന്തിച്ചതിലേക്ക് മറിച്ച് കിട്ടിയത്. നമ്മൾ ഒരു ചെടി നനയ്ക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ മാതാവിൻ്റെ ഗ്രൗണ്ടിലെ എല്ലാ ചെടിയും നനയ്ക്കുന്നുണ്ട്. പൈസ കൊടുത്ത് വെള്ളം മേടിച്ച് നനയ്ക്കുന്നുണ്ട്. ഇവിടെ നല്ല വെള്ളം ഇല്ലല്ലോ. അപ്പോൾ നനയ്ക്കുന്നവരിങ്ങനെ പോകും. ഞാൻ എന്നെ നനയ്ക്കാൻ പറ്റിയല്ല, ഒരു ചെടി ഉണങ്ങിപ്പോകും. അത് ചവിട്ടി ഇടണം 10 മിനിറ്റ് നേരത്തേക്ക്. ഓരോ ചെടിയുടെയും ചവിട്ടിൽ 10 മിനിറ്റ് ആ പൈപ്പ് ഇടണം, ആ തടം നിറയണം. ഇപ്പം എനിക്ക് മനസ്സിലായി, നനയ്ക്കുക എന്ന വാക്കാണ് കണ്ണീരോണ്ട് കാല് കഴുകി എന്നതിനേക്കാളും അർത്ഥവത്തെന്ന് മനസ്സിലായി. ഞാൻ തിരുത്തി വായിച്ചായിരുന്നു പല പ്രാവശ്യം. ഈ നനയ്ക്കണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ കഴിയുന്നതിൻ്റെ പലയിടത്തും വായിച്ചിട്ടുണ്ട്, കൂടാക്കി വായിച്ചിട്ടുണ്ട്. ഇന്നലെ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, ശരിയതല്ല, നനയ്ക്കുക തന്നെ എന്ന് വെച്ചാൽ ഈ സ്ത്രീ ഒഴുക്കി കണ്ണുനീരുന്ന് കൈ കണക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ചെടിയുടെ തടം മുഴുവൻ നിറയോളം വെള്ളം വന്ന് നിൽക്കുകയാണെങ്കിൽ എന്തോരം വെള്ളമായി കാണും. ക്രൈസ്തലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താ അത് കാണിക്കുന്നത്? ആ വ്യക്തിയുടെ എന്താണ്? ആ വ്യക്തി തെറ്റുകളിലേക്ക് വീണ് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തിരിച്ചറിഞ്ഞത് തെറ്റാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് എന്തൊരു പശ്ചാത്താപമാണ് കാണിക്കുന്നത്. ഏറെ നേരം കർത്താവിന് കാൽക്കിടന്ന് കരയുകയാണ്. ചുറ്റുമുള്ളവരെല്ലാം തീർച്ചയായിട്ടും വിമർശിച്ചിട്ടുണ്ട്. ഇത് വിരുന്നുശാലയല്ലേ, ഇവിടെയാണ് കരയാൻ കണ്ട സ്ഥലം, ഇത് പള്ളിയിൽ പോയി കരഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ടാകും. പക്ഷെ അവളതൊന്നും പരിഗണിക്കാൻ അവരുടെ ആവശ്യമാണ്. കാരണം ഈ പശ്ചാത്താപം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോൺ ഹെൻറി ന്യൂമാൻ്റെ കാര്യമാണ്. ഈ ജോൺ ഹെൻറി ന്യൂമാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു മനഃശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം കത്തോലിക്ക സഭയിലെ അംഗവുമല്ലായിരുന്നു. അദ്ദേഹം ആംഗ്ലിക്കൻ സഭയുടെ ഏറ്റവും മുതിർന്ന ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം വളരെ നല്ല ജീവിതം നയിച്ചിട്ട് ഒരു മഹാശ്രേഷ്ഠനായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മനഃശാസ്ത്ര പഠനം നടത്തി. അതിതാണ് പഠനം. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അത് മനുഷ്യനെ എങ്ങനെ ബാധിക്കും, ഒരു പാപം ഒരു മനുഷ്യനെ എങ്ങനെ ബാധിക്കും, ഇത് അദ്ദേഹത്തിൻ്റെ പഠന വിഷയമാണ്. ചിന്തയുടെ മനഃശാസ്ത്രത്തിൽ ലോകത്ത് അഗ്രഗണ്യനാണ് അദ്ദേഹം. ചിന്തയുടെ മനഃശാസ്ത്രം എന്ന ശാഖയിൽ ലോകത്ത് തന്നെ നമ്പർ 1. അത്രയും ബുദ്ധിമാനാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ മനഃശാസ്ത്രപരമായി പാപം ഒരു വ്യക്തിയിൽ എന്തെല്ലാം ദോഷം വരുത്തുമെന്ന് പഠിച്ച് അവസാനം കണ്ടെത്തിയത് ഒരു ചില്ലുകൊണ്ടുള്ള പാത്രമാണെന്ന് വിചാരിക്കരുത്. ഇത് താഴേക്ക് ഞാൻ വലിച്ചെറിഞ്ഞാൽ ഇത് പൊടിയായി പോകും. പിന്നെ ഈ പാത്രം അതുപോലെ ആക്കിയെടുക്കാൻ ഒരിക്കലും പറ്റുകയില്ല.
ന്യൂമാൻ കണ്ടെത്തിയത് ഇങ്ങനെയാണ്: ഒരു പാപം ഒരാൾ മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആന്തരിക വ്യക്തിത്വം ഉടഞ്ഞ് പൊടിഞ്ഞ് തകർന്നു പോകും. പിന്നെ ഒരിക്കലും ആ വ്യക്തിക്ക് ആദ്യത്തെ അവസ്ഥ തിരിച്ചു വരാൻ പറ്റുകയില്ല. ഇത് കണ്ട് ഞെട്ടിപ്പോയ ഈ ജോൺ ഹെൻറി ന്യൂമാൻ എന്ന മഹാമനഃശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? ഇത് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. മനഃശാസ്ത്രത്തിൻ്റെ അടിവരെ തപ്പിയിട്ടും ഒരു പ്രതിവിധിയും കിട്ടിയില്ല. അവസാനം അദ്ദേഹം നിരാശനായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അറിയുന്നത് കത്തോലിക്കാ സഭയിലെ കുമ്പസാരം. കത്തോലിക്കാ സഭയിലെ എന്തിനോടും പുച്ഛവും നീരസവും വെറുപ്പുമുള്ള ആളാണ്. കാരണം ആംഗ്ലിക്കനല്ലേ. എന്നിരുന്നാൽ സത്യസന്ധനായ മനുഷ്യനൊരു ആഗ്രഹം തോന്നി, ഈ എന്താണ് ഈ കത്തോലിക്കയുടെ കുമ്പസാരം? പഠിച്ച് അത് മറ്റൊരു ഗവേഷണമായി മാറി. അത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എന്ന പേരിൽ അതാണ് ഇത്രയും വലിപ്പമുള്ളൊരു വലിയ പുസ്തകം തന്നെയാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ പഠന ഫലമാണ്. അതിൽ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്: പാപം മനുഷ്യനെ നശിപ്പിച്ച് അങ്ങേയറ്റം കൊണ്ട് എത്തിക്കുമ്പോൾ പാപത്തെപ്പറ്റി ശരിയായി പശ്ചാത്തപിച്ച് കുമ്പസാരിക്കുന്ന വ്യക്തി ആദ്യത്തെ അവസ്ഥയെക്കാളും ശ്രേഷ്ഠനായിത്തീരും. എനിക്ക് വേഗം മനസ്സിലായി. കാരണം ഞാൻ കത്തോലിക്കാ സഭയുടെ മതബോധനത്തിൽ ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്. അതിങ്ങനെയാണ്, 420 അതിങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്: പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തരുന്നത്. പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു ഈ ന്യൂമാൻ? ഓർക്കണം, 4000 പവനാണ് ശമ്പളം അദ്ദേഹത്തിന്. ആംഗ്ലിക്കൻ സഭയുടെ ഏറ്റവും മുതിർന്ന ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് 4000 പവൻ അലവൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഈ കുമ്പസാരത്തെ പറ്റി ഇത്രയും മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്യണം? കത്തോലിക്ക സഭയിൽ ചേരാൻ സംസാരിക്കാൻ പറ്റില്ല. കത്തോലിക്ക സഭ ചേരണമെങ്കിൽ തൻ്റെ സഭ ഉപേക്ഷിക്കണം. ആ സഭ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുന്ന തുല്യം. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ ആംഗ്ലിക്കൻ സഭയിലാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ ബുദ്ധിരാഷ്ട്രനായിരുന്നു. സൂപ്പർ ബ്രെയിൻ്റെ ആൾക്കാരവരെല്ലാവരും. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം അതിബുദ്ധിയുള്ളവരാണ്. അവരൊക്കെ നഷ്ടപ്പെടും. ആംഗ്ലിക്കൻ സഭയുടെ ഏറ്റവും വലിയ സ്ഥാനം നഷ്ടപ്പെടും. 4000 പവൻ നഷ്ടപ്പെടും. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം നഷ്ടപ്പെട്ടാലും പാപമോചനം പ്രാപിക്കുക എന്ന പരമപ്രധാനം. പാപമോചനത്തോളം വലുതായി ഒന്നും ലോകത്തിലില്ല. കണ്ടോ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ഈ സ്ത്രീയോട് ഈശോ പറയുന്നത് കേട്ടോ. ആ സ്ത്രീയുടെ കെട്ട ജീവിതം മുഴുവൻ തീരുന്ന കണ്ടോ? മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഈ ഒരു സ്വരമാണ് നമ്മൾ കേൾക്കേണ്ട അത്യാവശ്യമായ സ്വരം. ഈ ലോകത്തിലെ വേറെ ഒരാളുടെയും ആശ്വാസവാക്കോ പ്രോത്സാഹന വാക്കോ സാന്ത്വന വാക്കോ നമുക്ക് ആവശ്യമില്ലെങ്കിലും ദൈവത്തിൻ്റെ ഈ സ്വരം നമുക്ക് അത്യാവശ്യമാണ്. മകനെ, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധനത്തിൽ 549 ഖണ്ഡികയിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയാൻപ്പെടുത്താം. അതിങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് 549 ഖണ്ഡിക. ബിഷപ്പ്, അനീതി, രോഗം, മരണം. 4 കാര്യമാണ് ഭൂമിയിലെ തിന്മകൾ. സാധാരണ എല്ലാ മനുഷ്യർക്കും നേരിടേണ്ടി വരുന്ന 4 തിന്മകളെ പറ്റി പറയുക. ബിഷപ്പ്, അനീതി, രോഗം, മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ വിമോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഇവിടെ ഭൂമിയിലെ സർവവിധ തിന്മകളും ഇല്ലാതാക്കാനല്ല, പ്രത്യുത ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന്, അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുവാനാണ് ക്രിസ്തു സമാഗതനായത്. അവർക്ക് ശ്രദ്ധിക്കണം. എല്ലാവർക്കും വേണ്ട എന്താ? പെട്ടെന്ന് ജോലി കിട്ടണം, പെട്ടെന്ന് പ്രസംഗം മാറണം, പെട്ടെന്ന് അത് കാണും, ഇത് വേണം. ഇതിനെല്ലാം ആൾക്കാർ ഓടി നടക്കുന്നത്. സുവിശേഷ വിരുദ്ധമാണത്, സുവിശേഷത്തിനെതിരാണത്. ശ്രദ്ധിച്ച് കേൾക്കുന്നതോടെ ഞാൻ വായിക്കാം. വിശപ്പ്, അനീതി, രോഗം, മരണം മുതലായ
ഭൗമിക നന്മകളിൽ നിന്ന് ചിലരെ വിമോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ, അതായത് കർത്താവ് അതൊക്കെ ചെയ്തത് ഒരടയാളമായിട്ടാണ്. അവിടുത്തെ മിശിഹായാണ്, അവിടുത്തെ ലോകത്തിലേക്ക് വരാൻ രക്ഷകനാണെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഈ അപ്പം വർദ്ധിപ്പിച്ചതും രോഗികളെ സുഖപ്പെടുത്തിയതും ഒക്കെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ അതിനു വേണ്ടിയല്ല കർത്താവ് വന്നിരിക്കുന്നത്. സംഭവം എടുപ്പിക്കുകയാണ്. എന്നിരുന്നാൽ ഇവിടെ ഭൂമിയിലെ സർവ്വ തിന്മകളും ഇല്ലാതാക്കാനല്ല പ്രത്യുത, ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന്, അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുവാനാണ് ക്രിസ്തു സമാഗതനായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിൻ്റെ ദാസ്യമാണ് മനുഷ്യരുടെ ദൈവമക്കൾ പദവിയെ ധ്വംസിക്കുന്നതും സർവവിധ മാനുഷിക ബന്ധനത്തിലേക്കും അവരെ വലിച്ചു വയ്ക്കുന്നു. അപ്പം അതാണ് ഇവിടെ വിശ്വാസം നമ്മൾ വായിക്കുന്ന ആ സ്ത്രീ അവൾക്ക് കാശുള്ളവളാണ്. അവൾ കൊണ്ടുവന്ന ആ പെർഫ്യൂമിനെ പറ്റി പറയുന്നത് കണ്ടോ? ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധം. അതിനെന്താ വിലയെന്ന് നീ അന്വേഷിച്ച് നോക്കി. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1 കൊല്ലത്തെ ശമ്പളം കൊടുക്കണം. അത്രയും അതിൻ്റെ വില എങ്ങനെയാണ് കൂട്ടുന്നത്? അത്രയും വിലയേറിയതാണ്. ഒരു മനുഷ്യൻ 1 കൊല്ലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന എല്ലാവിധ വരുമാനം കൂടെ കൂട്ടിയാൽ അത്രയും കൊടുത്താൽ ഇത്രയും കിട്ടും. അപ്പോൾ ആ സ്ത്രീ നോക്കുക, വെറുതെ ഓടിക്കറിയുടെ ഒരു ചെയ്യുന്നത്. ചില ധ്യാനത്തിൽ വന്നിച്ച് പശ്ചാത്തലത്തിൽ പാപമൊക്കെ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നത്. ഇവൾ കൽപ്പിച്ചു കൂട്ടിയാണ് വരുന്നത്. ഇവൾ നേരത്തെ തന്നെ കർത്താവിനെ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവളുടെ ജീവിതം തിരുത്തി കഴിഞ്ഞു. അതിൻ്റെ അടയാളമാണ് 1 കൊല്ലത്തെ മുഴുവൻ വരുമാനം വില കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ ഭരണി നിറയെ. സാധാരണ സുഗന്ധം നമ്മൾ ചെറിയ കുപ്പിയിലാണ് കൊടുക്കുന്നത്. ഇതൊരു ഭരണി നിറയെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ പാദങ്ങൾ ഒഴിക്കുകയാണ്. ഇപ്പോൾ കുമ്പസാരിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൾ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ഓരോ പാപം ഏറ്റുപറച്ചിലെന്ന് കാണണം. അവളുടെ ഓരോ പാപങ്ങളും അവൾ ഏറ്റു പറയുകയായിരുന്നു. ആ ഓരോ തുള്ളി കണ്ണുനീരും വീഴ്ത്തിയപ്പോൾ നമ്മൾ മനസ്താപകരണം ചൊല്ലുന്ന ഒന്ന് ചൊല്ലിക്കുന്ന മനസ്താപകരണം: എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തവനാൽ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കും. എൻ്റെ പാപങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. 2 കാര്യമാണ് ചെയ്യുന്നത് കണ്ടോ? പാപങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കുന്ന അപ്പം തന്നെ പറയാണ് അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പം ഇവൾ കണ്ണുനീരിലൂടെ, ആ നിർത്താത്ത കരച്ചിലിലൂടെ അവളുടെ പാപങ്ങൾ ഒന്നൊന്നായി എണ്ണി 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 അവിടെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എങ്ങനെയാണ് സ്നേഹം കാണിക്കുന്നത്? അവളുടെ പണം മുഴുവനും കൊടുത്ത് വാങ്ങിയ സുഗന്ധ തൈലം കർത്താവിൻ്റെ പാദങ്ങൾ ലാവിഷായി, അല്ലെങ്കിൽ ഉദാരമായി കോരി ഒഴിക്കുന്നു. അതും കൂടാതെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തലമുടിയെടുത്ത് കർത്താവിൻ്റെ പാദം തുടയ്ക്കുന്നു, ചുംബിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരത്തിൻ്റെ ഒന്നാന്തര അടയാളമാണ് ഈ പറയുന്നത്. ഒരു നോമ്പ് കാലത്ത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ളൊരു കുമ്പസാരം നടത്താൻ ഒരുങ്ങണം. ഇവിടെ എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്നു. അവൻ ഡൽഹിയിൽ ഒരു ജോലി കിട്ടിയവന്. അപ്പം ആ ജോലി കിട്ടിയ സന്തോഷത്തിൽ അങ്ങോട്ട് പോകാൻ നേരത്ത് അമ്മ പറഞ്ഞു, ഡൽഹിയിലേക്ക് പോകുമല്ലേ നാട് വിട്ട്, അവിടെ പല പാപസാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നീ ചിറ്റൂർ ധ്യാനകത്തിൽ പോയി ഒരു ധ്യാനം വിട്ട് പോയാൽ മതി. അപ്പം അമ്മച്ചി കത്തോലിക്ക സ്ത്രീയല്ല, ഒരു യാക്കോബായ കുടുംബത്തിൽപ്പെട്ടവർ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കോടെ ധ്യാനകേന്ദ്ര ആരംഭകാലത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരനും ധ്യാനം കൂടിയപ്പോൾ ആദ്യത്തെ 2 ദിവസം വിശ്വാസത്തെ പറ്റിയുള്ള പ്രബോധനങ്ങളാണ്. 2-ാമത്തെ ദിവസം പാപത്തെ പറ്റി പ്രബോധനമാണ്. അത് കഴിഞ്ഞ് 3-ാം ദിവസം വിശദമായ കുമ്പസാരമാണ്.
അതിന് തലേന്ന് രാത്രി എല്ലാവരും 1 മണിക്കൂർ ഇരുന്ന് പാപം കണ്ടെത്താൻ പറയും, പ്രാർത്ഥനയിൽ. ഇയാൾ പറഞ്ഞു, എനിക്ക് 1 മണിക്കൂറൊന്നും പോരാ, ഒരുപാട് സമയം വേണം. അപ്പം അയാൾക്ക് പ്രത്യേക അനുവാദം കൊടുത്തു. നമ്മൾ നിത്യാരാധന ഷാപ്പിൽ അന്ന് രാത്രിയും പകലും ആരാധന ഉള്ളത് കൊണ്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഹോളൊക്കെ സമയത്ത് കൂട്ടണം, അവിടെ ഇരുത്തി. ഇയാൾ എന്ത് അറിയാം, ഇയാൾ വെളുപ്പനെ അവരെ പാട് എഴുതി. ആലോചിക്കും, നമ്മളെ സംസാരിക്കുക എങ്ങനെയാണ്, പൊന്മാ മീൻ പിടിക്കാൻ പോണ പോലെയാണ്. അച്ഛനെ കണ്ട് ഓടിച്ചെന്ന് പറഞ്ഞിട്ട് പോകും. ഇവൻ നേരം വെളുക്കോളം അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്. പിന്നെ അവൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും. ഫാദർ ജെറി എന്നാ പേര്. അവൻ പിന്നെ വൈദികനായി ഒരു വെള്ളിയാഴ്ച ഉപവാസത്തിനകത്ത് അപ്പുറത്തെ ഹോളിൽ ആദ്യമായിട്ടാണ് യാക്കോബായ അച്ഛനെ പ്രസംഗിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിക്കും അനുവാദമില്ല. പക്ഷെ ഇവൻ്റെ മാനസാന്തരം അങ്ങനെ ഒരു സന്തോഷം തോന്നിയിരിക്കുക. ഞാൻ പറഞ്ഞു, ഇത്തോണെ വെള്ളിയാഴ്ച അച്ഛൻ പറഞ്ഞതാണ് അവിടെ പ്രസംഗം. ഇവിടെ പ്രസംഗിച്ചാൽ മതി, നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, മറന്നുപോയി കാണുമല്ലേ. കണ്ടോ, അപ്പോൾ ആ കുമ്പസാരത്തിൽ ഒരുങ്ങുന്ന കണ്ടോ. ക്രൈസ്തലോ, ഹല്ലേലൂയ. അപ്പം ഇത് എന്താണ് ഈ കുമ്പസാരത്തെ ഒരുക്കമെന്ന് പറയുന്നത്? സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മളൊരു അപ്പം ചെയ്ത് കഴിയുമ്പോൾ പാവത്തിൻ്റെ ഉദാഹരണം ഇട്ടേക്ക്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരാളോട് വഴക്കുണ്ടാക്കി തരിക, അത് തെറ്റായിപ്പോയി, നിങ്ങളുടെ ഭാഗത്താണ് ശരി, എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇയാളെ കണ്ട് പറയും, ഞാൻ ആ വിഷയം തെറ്റായിപ്പോയി കേട്ടോ, എന്നോട് ക്ഷമിക്കും, പറയല്ലേ? പറയും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ ആളോടുള്ള എൻ്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുക. എൻ്റെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ അല്ല, മറിച്ച് ഈ ആളോട് ഞാൻ അനീതി കാണിച്ചിരിക്കുന്നു, അക്രമം കാണിച്ചിരിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, അയാളുടെ മനസ്സ് വേദന ഉണ്ടായിട്ടുണ്ട്, അയാളുടെ മാപ്പ് ചോദിക്കുക. അപ്പോൾ കുമ്പസാരിക്കുക എന്ന് പറയുന്നത് അതാണ്. ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു, അതിന് ഒരു അളവില്ല, എനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്ര വേദനയാണ് ദൈവത്തിനുണ്ടായിട്ടുള്ളൂ. ഒക്കെ ഞങ്ങൾ കരിങ്കുന്ന് എന്ന സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ സംഭവിച്ചു. ഒരമ്മച്ചിയാണ്, ഇടവക ധ്യാനം, 5 ദിവസത്തെ ധ്യാനം. ആ അമ്മച്ചിക്ക് നല്ല പ്രായമായി, 82 വയസ്സ് കഴിഞ്ഞു, നടക്കാൻ തീരെ വയ്യ. കുമ്പസാരത്തിൽ അന്ന് അതിരാവിലെ തന്നെ പള്ളി നിറച്ച ആൾക്കാർ വന്നു. ധ്യാനം വൈകുന്നേരമാണ്, കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നതുകൊണ്ട് ഇടവക ധ്യാനമൊക്കെ വൈകുന്നേരമാണ്. കുമ്പസാരം പകൽ വെച്ചു. അവിടുത്തെ വികാസം അത് അംഗീകരിക്കാൻ പറ്റിയില്ല. ആൾക്കാരൊന്നും വരികയെന്നൊക്കെ പറഞ്ഞു. രാവിലെ എങ്ങനെയാണ് പണിയൊക്കെ ഉപേക്ഷിച്ച് ആൾക്കാർ വരും. ഞാൻ പറയും, ധ്യാനത്തിൽ കുമ്പസാരമാകാൻ ആൾക്കാർ വന്നോളും, തീർച്ചയായിട്ടും വരുവച്ച എന്ന് പറഞ്ഞു. എന്തായാലും രാവിലെ നോക്കിയപ്പം ഞായറാഴ്ച പള്ളി കുർബാനയ്ക്ക് വരുന്നതിനേക്കാൾ ഇരട്ടി ആൾക്കാർ വന്നിരിക്കുക അതിരാവിലെ കുമ്പസാരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരമ്മച്ചീനെ കൊണ്ടുവരുന്ന ഞാൻ കണ്ടു, ദൂരെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതെന്ന്. ഇപ്പം എനിക്കിതൊരു വിഷമം തോന്നി. അമ്മച്ചിയെ കൊണ്ടുവന്ന് ക്യൂ നിർത്താൻ പാടില്ലെന്ന് കരുതി ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് അമ്മച്ചി വന്നെടുത്ത് തന്നെ ഒരു ബെഞ്ചായിരുത്തി. കുറച്ചു നേരമായിട്ടും അമ്മച്ചി ഒന്നും മിണ്ടുന്നില്ല. ആൾക്കാരാണ് ഇഷ്ടം പോലെ ക്യൂ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മച്ചിയെ കണ്ണു തുറന്ന് നോക്കി, എന്തെടുക്കാന്നറിയാം. നോക്കിയപ്പോൾ അമ്മച്ചി മടിക്കുത്തഴിച്ച് കുറച്ച് പേപ്പർ ഇങ്ങോട്ട് എടുത്തു. ഞാൻ വിചാരിച്ചു പേപ്പർ നിൽക്കാൻ സംസാരിക്കാൻ വേണ്ടി നോക്കിയപ്പം 5-6 ഷീറ്റുണ്ട്, അതിലെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, നല്ല ഒന്നാന്തര കൈപ്പടമേ. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇതെന്നാന്ന് ചോദിച്ചു. അച്ചോ, ഇന്നലെ അച്ഛൻ ധ്യാനം ഞാൻ ദിവസവും കൂടുന്നുണ്ടായിരുന്നു, ഇന്നലെ കുമ്പസാരത്തിൽ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സുഖത്തിൽ പോവുകയില്ല. ഇന്നലത്തെ കുമ്പസാരത്തിൽ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സുഖത്തിൽ ഞാൻ പോവുകയില്ല. കാരണം ഞാൻ ഒരിക്കലും വേണ്ടതുപോലെ കുമ്പസാരം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല. രാത്രി മുഴുവനും ഇരുന്ന് എൻ്റെ തുടക്കകാലം മുതലുള്ള ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓർത്ത് എഴുതി അയച്ചു. അമ്മച്ചി ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്നെ ഓർപ്പിച്ചോ, ഞാനത് മറന്നുപോയി. യാക്കോബ് 2:10. അച്ഛൻ അമ്മച്ചി ചോദിക്കാം, യാക്കോബ് 2:10 അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ പറഞ്ഞേ, എന്നതാ അത് ഓർക്കണ്ടോ ആരെങ്കിലും? ഒരുവൻ
നിയമം മുഴുവൻ അനുസരിക്കുകയും എന്നാൽ ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. എന്നിട്ട് അമ്മച്ചി വ്യാഖ്യാനിക്കുക, അച്ഛാ എനിക്കുള്ള എല്ലാ പാപങ്ങളും ഞാൻ പറഞ്ഞു, ഒരെണ്ണം മാത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞതിനും കൂടെ മോചനം കിട്ടുകയില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അതാ അമ്മച്ചി പറഞ്ഞത്, എനിക്കിതിലെ ഉറങ്ങാൻ പറ്റിയില്ല അച്ഛാ, ഉപസ്ഥാനത്തിന് ക്ലാസ് കേട്ടത് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് പാപം എഴുതി. ഓ എൻ്റെ ദൈവമേ, ആദ്യമായിട്ടേക്ക് എൻ്റെ അമ്മച്ചിയെ ഞാൻ കാണും. പക്ഷേ എനിക്കൊരു ആദ്യം കയറി, കാരണം അമ്മച്ചിക്ക് പാർക്കിൻസൺസ് ഉണ്ട്, കൈ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയായി ഈ പാപമെല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് എഴുതിയൊരു സംശയമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി ഈ പാപം അമ്മച്ചിയുടെ തന്നെയാണോ അതോ വേറെ വല്ലവരെ കോപ്പി അടിച്ചു കൊണ്ടുവന്നതാണോ? അമ്മച്ചി ചിരിച്ചിട്ട് പറയാം, എൻ്റെ അച്ഛോ ഇത് എൻ്റെ മരുമകളെ കൊണ്ട് എഴുതിച്ചത്. ഈ ഇരിക്കുന്ന അമ്മായിമാരാരും ചെയ്യുമോ? അമ്മായിമാരായിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മരുമകൾ പറഞ്ഞ് കേൾപ്പിക്കുക. എന്താ അമ്മച്ചി പറഞ്ഞ ന്യായം കേട്ടോ? അച്ഛൻ മരുമകളുടെ മുമ്പിൽ നാണക്കേടാണെങ്കിലും എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ഉറപ്പാകില്ല. അതാ പോയിന്റ്. കുറച്ച് കൊല്ലം കൂടെ മരുമകളുടെ മുമ്പിൽ ജീവിക്കണം, നാണക്കേടാണ്. എൻ്റെ രഹസ്യഭാവങ്ങളും പരസ്യഭാവങ്ങളും എല്ലാം ഈ മരുമകളാണെങ്കിലും, പക്ഷേ എനിക്ക് സ്വർഗത്തിൽ പോകാം, ഉറപ്പായിട്ട് പോകാം. രണ്ടാ അമ്മച്ചിയെ പറ്റി എനിക്ക് തോന്നിയത്, അമ്മച്ചി ഭൂമിയിലായി ജീവിക്കുന്ന സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന അമ്മച്ചിയാണ്. ഈ സ്ത്രീയെ പറ്റി നോക്കി അവിടെ ഇരിക്കുന്ന മാന്യന്മാരൊക്കെ എന്തെല്ലാം പരിഹസിച്ച് കാണും. അവിടെ ചിലപ്പോൾ അവർ തന്നെ ഇവിടെ അടുത്ത് പോയിട്ടുണ്ടാകും, പകൽ മാന്യന്മാരായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ആ സ്ത്രീക്ക് അതൊന്നും ഒരു വിഷയമല്ല, കാരണം അവർക്ക് സ്വർഗത്തിൽ പോകണം. അവർക്ക് തെറ്റ് പറ്റിപ്പോയി നമുക്കറിയാം, അവർക്ക് അതിൽ കിടക്കണ്ടായി, അവർക്ക് നന്നായി ജീവിക്കണം. അതുകൊണ്ട് എല്ലാവരും കാണെ അവൾ മണിക്കൂറുകളോളം നിർത്താതെ കരഞ്ഞ് 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 കർത്താവിൻ്റെ പക്കൽ സമയം ചെലവഴിക്കുകയാണ്. ഇങ്ങനൊരു പാരമ്പര്യം പറയുന്നുണ്ട്. ഇവൾ തന്നെയാണ് മക്കളെല്ലാം അറിയുമെന്ന് ഉറപ്പില്ല, എങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. അവരോട് ഈശോ അവസാനം പറഞ്ഞ വാക്കെന്താ? ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കും എനിക്കും അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി. നമുക്ക് വലിയ ജോലി ഉണ്ടാകണമെന്നില്ല, വലിയ കൊട്ടാരം ഉണ്ടാകണമെന്നില്ല, ആഗ്രഹിച്ചത് ഒന്നും നടക്കണമെന്നില്ല. പക്ഷേ എൻ്റെ പാപങ്ങളെല്ലാം കർത്താവിനോട് ക്ഷമിച്ചെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പൂർണ്ണമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നേരത്തെ പറഞ്ഞ ജോൺ ഹെൻറി മാൻ എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം എന്നിട്ട് കത്തോലിക്ക സഭയിലേക്ക് വന്നു. അദ്ദേഹം ആംഗിൾക്കൻ സഭ ഉപേക്ഷിച്ചു. 4000 പവൻ അലവൻസുള്ള ജോലി പോയി. ആംഗിൾക്കൻ സഭയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം, പദവി പോയി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ പുച്ഛിച്ചുപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം കത്തോലിക്ക സഭയിൽ വന്ന് അംഗമായി മാമൂസ. കൊച്ചുകുട്ടിയെ പോലെ ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും ജ്ഞാനിയായ പണ്ഡിതനായ വിശുദ്ധനായ മനുഷ്യൻ ഈ പാപമോചനം കിട്ടാൻ വേണ്ടി കത്തോലിക്ക സഭയിൽ വന്ന് മാമൂസ സ്വീകരിച്ചു. അദ്ദേഹം പിന്നീട് ആദ്യകുംസാരം നടത്തി. നിങ്ങൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് UK യാത്ര പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് പോകാൻ ദൈവം കൃപ തന്നു. ബർമിംഗ്ഹാം എന്ന പട്ടണത്തിലാണത്. അദ്ദേഹം അവിടെ ഒരു സ്ഥലം ലിറ്റിൽ മോർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഞങ്ങൾ പോയി അദ്ദേഹത്തെ അടക്കിയിരുന്ന കല്ലറയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഞങ്ങൾ പോയി. അപ്പം അവിടെയുള്ള അച്ഛന്മാരോട് സംസാരിച്ചപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, അച്ഛൻ ജോൺ ഹെൻറി ന്യൂമാൻ്റെ ആദ്യ കുമ്പസാരം 48 മണിക്കൂർ നീണ്ടു നിന്നു. 48 മണിക്കൂർ എന്തെടുക്കുകയായിരുന്നു പുള്ളി. എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീയെപ്പോലെ പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് അദ്ദേഹം മാനസാന്തരപ്പെടുന്നത്, സഭയിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് 48 മണിക്കൂർ കുമ്പസാരിച്ചു? നമ്മളെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരം എന്നതാ
കുറ്റബോധം മാറ്റാൻ കുർബാനയ്ക്കുള്ള ലൈസൻസിനും, അല്ലേ? കുറ്റബോധം മാറ്റാൻ കുർബാനയ്ക്കുള്ള ലൈസൻസിനും. പക്ഷേ ഈ സ്ത്രീയുടെ കുമ്പസാരം കണ്ട് ഇത് കർത്താവിനോടുള്ള അഗാധ സ്നേഹപ്രകടനമാണ്. ന്യൂമാൻ 48 മണി കുമ്പസാരം കാരണം എന്താ? ന്യൂമാൻ കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് കുമ്പസാരത്തെ പ്രയോജനപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളെ പറ്റി ശരിയാവണ്ണം നമ്മൾ അനുദപിച്ചിട്ടുണ്ടോ? കുമ്പസാരക്കൂട്ടി കയറി പാപം വെച്ച് പറഞ്ഞ് മനസ്താപം പറയുന്ന വലിയ കാര്യമായില്ല. കത്തോലിക്കാ സഭയുടെ മതബന്ധത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പാപം ചെയ്യുമ്പോൾ വ്യക്തിയുടെ ആത്മീയ ആരോഗ്യം നശിച്ചു പോകും. ഒരു വ്യക്തിയുടെ ആത്മീയ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു പോകും. ആ വ്യക്തി പിന്നെ ഒന്നിനും കൊള്ളാത്ത ആളായിത്തീരും. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട ആത്മീയ പ്രതിരോധ ശക്തി തിരിച്ചെടുക്കണമെങ്കിൽ പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ വായിച്ച് ഓർക്കുകയാണ്, ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ ദേവാലയത്തിൽ പോയിരുന്നത് കരയാൻ വേണ്ടിയായിരുന്നു. ദേവാലയ കവാടത്തിലെത്തുമ്പോൾ അവർ വിങ്ങിപ്പെട്ടാൻ തുടങ്ങി. ദേവാലയത്തിൻ്റെ പ്രധാന വാതിലിൽ എത്തുമ്പോൾ ആ കട്ടിളക്കാലുകളിൽ കമിഴ്ന്ന് വീണ് കരഞ്ഞ് 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 ദേവാലയ വാതിലുകളുടെ കട്ടിളക്കാലുകൾ കണ്ണുനീരുകൊണ്ട് കഴുകും. ഈ സ്ത്രീ അതല്ലേ ചെയ്യുന്നത്? ആരാ ദേവാലയം? യേശു. പുതിയ ദേവാലയമാണ് ഈശോ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈശോ ജെറുസലേം ദേവാലയത്തിൽ കയറി അവിടെയുള്ള കച്ചവടക്കാരൊക്കെ പുറത്താക്കിയപ്പം ചോദ്യം ചെയ്യാൻ മതിയല്ലേ അവിടെ നേതാക്കന്മാർ. ഈശോ എന്നാ പറയുന്നത്, നിങ്ങൾ ഈ ആലയം നശിപ്പിക്ക്, 3 ദിവസം ഞാനത് പുനരുദ്ധരിക്കാം. അപ്പോൾ പഴയ നിയമത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് വന്ന പുതിയ ദേവാലയമാണ് ഈശോ. അപ്പോൾ യേശുവിൻ്റെ പക്കലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അനുതാപത്താൽ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലത്തീൻ കുർബാന എന്ന് പഠിച്ചാൽ മനസ്സിലാക്കുന്നത്. ലത്തീൻ കുർബാന തുടങ്ങുന്നത് എങ്ങനെയാണ്? പാപമേറ്റു പറഞ്ഞുകൊണ്ട്. ലാറ്റിൻ മാസ് തുടങ്ങുന്നത് അങ്ങനെയാ, സർവശക്തനായ ദൈവത്തോട് സഹോദരരെ. പക്ഷെ വെറുതെ ഓടിച്ചു വിടുന്നേ ഉള്ളൂ. എത്ര പേര് അത് അനുദപിക്കുന്ന കാര്യം കണ്ടറിയണം. മനസ്താപ പ്രകടനം വാസ്തവത്തിൽ കുറ്റബോധത്തിൻ്റെ ഒരു അനുഷ്ഠാനമല്ല, അഗാധമായ ദൈവസ്നേഹത്തിൻ്റെ അനുഷ്ഠാനമാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് അങ്ങനെ ഈ നോമ്പുകാല ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ, കഴിഞ്ഞ കാല ജീവിതം ശരിക്കും തിരിച്ചു പോകണം. ഗോ ടു ദ റൂട്ട്സ് എന്ന് പറയാം. നമ്മൾ വിചാരിക്കുന്നതാണ്, അതൊക്കെ പണ്ടത്തെ കാലം, അന്നൊക്കെ അങ്ങനെ, അത് സാരമില്ല, ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ. ഓരോ കഴിഞ്ഞ കാലത്തെ ഓരോ പാവവും നമുക്കതിൻ്റെ നിൽപ്പുണ്ട് അവിടെ. ഒരു പാപം മറന്നുപോയെന്ന് കരുതി അത് ക്യാൻസൽ ആകുന്നില്ല. ഒത്തിരി പേര് കഴിച്ചു വെച്ചിരിക്കാൻ അറിയാമോ? ഇവിടെ ആദ്യകാലത്ത് ഈ ധ്യാനത്തിന് കുമ്പസാരിക്കാൻ വേണ്ടി പാപം എഴുതിച്ച് കുമ്പസാരിക്കാൻ തുടങ്ങിയപ്പം ഒത്തിരി പേര് കംപ്ലൈൻറ്റ് ചെയ്തു. ഇതെന്തിനായി ആവശ്യമില്ലാത്ത കുറ്റബോധമൊക്കെ ഉണ്ടാക്കുന്നത്? ഓർക്കുന്നതങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ പാപമെല്ലാം എഴുതി വെച്ച് എണ്ണി പറഞ്ഞ് കുമ്പസാരിപ്പിക്കുക എന്തിനാണെന്ന് ചോദിച്ച് ഒത്തിരി പേര് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്ത് ചെയ്ത് ഇങ്ങനെ തുടങ്ങിയാൽ എല്ലാവരും കുറ്റം പറയാവുമ്പോൾ എന്തെങ്കിലും അപ്പോൾ ഞാൻ അവസാനം പഠിച്ചൊരു പുസ്തകം പഠിച്ചു. 35 പേരെ സഭയിൽ ഈ സ്ഥാനത്തുള്ളൂ. വേദപാരംഗതന്മാർ പറയുന്നു. വേദപാരംഗതൻ എന്ന് വെച്ചാൽ ദൈവത്തെ പറ്റിയുള്ള അറിവിൽ എക്സ്പേർട്സ്, ഡോക്ടേഴ്സ്. അതിലൊരാളാണ് സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ്. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഡിവോട്ട് ലൈഫ് എന്ന് പറയുന്ന പുസ്തകം വായിച്ച് പഠിച്ച് മനസ്സിലായ അദ്ദേഹം പറയാണ്, ഫലപ്രദമായൊരു കുമ്പസാരം നടത്തി ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു പുസ്തകം ആദ്യം വായിക്കണം. അതിനുശേഷം നിന്റെ പാപങ്ങളെല്ലാം ഓർത്തിട്ട് എഴുതി വെക്കണം. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറയാണ്, ഐസ് കട്ട വെള്ളത്തിലിട്ടാൽ 10-1 ദൃശ്യമാവുകയുള്ളൂ, 10-9 വെള്ളത്തിൽ മൂടിക്കിടക്കുന്നത് പോലെ
നിന്റെ പാപങ്ങൾ നിസ്സാരമേ നിനക്ക് ഓർത്തിരിക്കാൻ പറ്റും, ബാക്കിയെല്ലാം മറന്നുപോയി നിന്റെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അതുകൊണ്ടാണ് ന്യൂമാൻ 48 മണിക്കൂർ കുമ്പസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ന്യൂമാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുമ്പസാരത്തിൻ്റെ അനുഭവം സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ കത്തോലിക്കാ സഭയിൽ ചേർന്ന് കുമ്പസാരിച്ച അന്ന് എനിക്ക് അനുഭവപ്പെട്ട സ്വർഗീയ ആനന്ദാധിക്യം മൂലം എന്താ കിട്ടി നോക്കിയേ, സ്വർഗീയ ആനന്ദാധിക്യം മൂലം ആ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയാതെ ഞാൻ ആനന്ദപരവശനായി കഴിഞ്ഞുകൂടി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രസംഗം തീർന്നിട്ടില്ല, ഉറങ്ങുന്നവരെ ഉണർത്താൻ വേണ്ടിയാണ്. എഴുന്നേറ്റ് നിന്നില്ല. ലോകം അറിയട്ടെ പറയുമ്പോൾ ഉറങ്ങുന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അറിയാത്ത കത്താൻ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങളെ ബാധിക്കുന്ന ആത്മീയ മന്ദതയുടെ, അലസതയുടെ, ക്ഷീണത്തിന്റെ, ആലസ്യത്തിന്റെ, ഉറക്കത്തിന്റെ എല്ലാം ബന്ധനം വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നീമാൻ പറഞ്ഞത് എങ്ങനെയായിരിക്കും? എല്ലാവരും നീമാൻ പറഞ്ഞ വാക്കുകൾ ശുഭവിചാരിച്ചെല്ലാം കഴിഞ്ഞല്ലേ? പ്രസംഗം കേട്ടില്ല, പ്രസംഗം കേട്ട് വിളി ഉറങ്ങിക്കാണ് അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗം കഴിഞ്ഞില്ല എന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. ഞാൻ പതിയെ പിടിച്ചെടുത്ത് തൊട്ടിപ്പോയി. സാരമില്ല. അപ്പോൾ നീമാൻ പറഞ്ഞ വാക്ക് വീണ്ടും പറയട്ടെ. പാപത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ വീർപ്പുമുട്ടുന്ന മനുഷ്യൻ. ഇത് നിങ്ങൾ പഠിക്കണം. ഒരു പാപം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് വിഷമമുണ്ടാകും, പിന്നെ മറന്നുപോകും. പക്ഷേ അത് നമ്മളെ തകർത്ത് കഴിഞ്ഞു. അതാണ് നീമാൻ പറഞ്ഞത്. ഒരു ചില്ല് കൊണ്ടുള്ള പാത്രം താഴെ വീണ് ഉടഞ്ഞു പോകുന്ന പോലെയാണ് പാപം ചെയ്യുന്നതോടെ ആ മനുഷ്യൻ്റെ വ്യക്തിത്വം തകർന്നു പോയി. അത് നീമാൻ പറയുകയാണ്, ഈ ശാസ്ത്രജ്ഞൻ പറയുകയാണ്, പാപത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ വീർപ്പ് മുട്ടുന്ന മനുഷ്യൻ കത്തോലിക്കാ സഭയുടെ കുമ്പസാര വേദിയിൽ ചെന്ന് പാപമേറ്റ് വരുന്ന ആ നിമിഷം സ്വതന്ത്രനാകും. ഈ പാപത്തിൻ്റെ ഭാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഒരു സംഭവം ഞാൻ പറയാം. ഒരു 10-35 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ തെക്കേ ചെല്ലാൻ എന്ന സ്ഥലമുണ്ട്. തെക്കേ ചെല്ലാൻ പാപത്തിൻ്റെ ഭാരത്തെ പറ്റി പറയാം. അപ്പം ആ പള്ളിയിൽ യുവജനങ്ങൾ ഞാൻ വന്നുകൊണ്ടിരിക്കുക. 500 യുവതീവാക്കന്മാരുടെ ധ്യാനമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, സന്ധ്യയാകുമ്പോൾ എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ കുമ്പസാരത്തിന് അന്ന് 10 വൈദികർ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി വന്നു. ഒരച്ഛൻ തീർച്ചയായിട്ടും 50 പേരെ കുമ്പസാരിപ്പിക്കാൻ കണക്കുകൂട്ടലാണ്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുമ്പസാരിച്ചിട്ടും പകുതി പേരെ കുമ്പസാരിച്ചുള്ളൂ. അത് മുൻകൂട്ടി ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പെൺകുട്ടികളെ കുമ്പസാരിപ്പിച്ചു, അപ്പോൾ സന്ധ്യ ആയാലും ആൺകുട്ടികളെ കുമ്പസാരിപ്പിക്കാതെ നോക്ക്. അങ്ങനെ അച്ഛന്മാർ പറഞ്ഞ പോലെ ചെയ്തു. പെൺകുട്ടികളെ മുഴുവൻ കുമ്പസാരിപ്പിച്ച് കഴിയുമ്പോഴേക്കും സന്ധ്യയായി. പിന്നെ 5-6 ആമ്പിള്ളേരെ കൂടെ കുമ്പസാരിപ്പിച്ചു. അച്ഛന്മാർ വേണ്ട, ഞങ്ങൾക്ക് പോകണം അച്ഛോ, വിചാരിച്ച സ്ഥലത്തില്ല. അവർ പോയി. അപ്പോൾ 250 യുവാക്കന്മാർ കുമ്പസാരിക്കാൻ നിൽക്കുക. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വിചാരിച്ച സ്ഥലത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് സമാധാനത്തോടെ വീട്ടിൽ പൊക്കോ, നാളെ രാവിലെ വാ, നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാം എന്ന് പറയും. അത് പറയാൻ കാരണം എനിക്ക് ആ വൈകുന്നേരം ആയപ്പോഴേക്കും പെട്ടെന്ന് പനി പിടിച്ചു. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, ഞങ്ങൾക്ക് കുമ്പസാരിക്കാതെ വീട്ടിൽ പോകാൻ പറ്റിയത്. ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളോട് പറയുകയാണ്, ധ്യാനഗുരു നിലയ്ക്ക് നിങ്ങൾ സമാധാനത്തിൽ പോകും, ഇന്നത്തേക്ക് നിങ്ങൾ പോകും, നാളെ കുമ്പസാരിപ്പിക്കാം. എവിടെ? അതും പറയും, ഞാൻ കിടക്കാമെന്ന് കരുതി പള്ളിയിൽ നിന്ന് പള്ളിമേടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഇവരെല്ലാവരും വന്ന് വഴി മുട്ടുകുത്തി എന്നെ തടഞ്ഞു. എൻ്റെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അച്ഛോ, ഞങ്ങൾ കുമ്പസാരിപ്പിക്കാൻ വിടരുതേ. ഇപ്പം ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു കൊടുത്തു. എനിക്ക് എന്തായാലും നിൽക്കാനും ഇരിക്കാനും പാടില്ല. ഞാൻ പള്ളിമടയിൽ ഓഫീസ് മുറിയിൽ ഒരു കട്ടിലിട്ട് കിടക്കാം. തീരെ പറ്റാത്തൊരു 4-5 പേരുമാണ് ഞാൻ കിടന്നുകൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും.
അപ്പോൾ അവരെന്നാ വേണ്ട വെച്ചാൽ ഞങ്ങൾ നാളെ വരാമെന്ന് പറയുമെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞതെങ്കിലും അവരതേക്ക് പിടിച്ചു. ഞാനവിടെ ഒരു ചെറിയ കട്ടിൽ ആ ഓഫീസ് മുറിയിൽ തയ്യാറാക്കിയിട്ട് അവിടെ കിടന്നു. ഇവർ അപ്പം മുതൽ 6 മണി മുതൽ വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ 12 മണിക്കൂറെടുത്തു എല്ലാവരും സംസാരിച്ചു, കിടന്നുകൊണ്ട് സംസാരിപ്പിച്ചു. അപ്പം ഇവർ പറയുന്നതാണ്, ഞങ്ങൾ മരിച്ചു പോകും സംസാരിക്കാതിരുന്നത്. നമുക്ക് ഈ പാവബോധം നമ്മൾ ഏശാത്തിനെന്നറിയാമോ? നമുക്ക് പാവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. മദർ തെരേസ പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. അതിങ്ങനെയാണ്: ചില മഹാവിശുദ്ധർ തങ്ങളെ വലിയ കുറ്റവാളികൾ എന്ന് വിധിച്ചു. അപ്പം അത് കണ്ടോ, ചില മഹാവിശുദ്ധർ തങ്ങളെ വലിയ കുറ്റവാളികൾ എന്ന് വിധിച്ചു. കാരണം അവർ ദൈവത്തെ കണ്ടു, ആ പ്രകാശത്തിൽ തങ്ങൾ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ അതേപ്പറ്റി സൂചന ഉണ്ടായിരുന്നു. നാം പ്രകാശത്തിലാണെങ്കിൽ നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്. എന്താ പ്രകാശം? വേദപുസ്തകത്തിൽ പ്രകാശം ദൈവമാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം ഈശോ പറയുന്നത്. അന്ധകാരം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്, പാപമാണ്. അപ്പോൾ ദൈവമാകുന്ന പ്രകാശത്തിലേക്ക് നീങ്ങി 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 വരുന്തോറും നമ്മളിലെ പാപ ദുഷ്ടതകളെല്ലാം കൂടുതൽ കൂടുതൽ ക്ലിയറായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടുത്തെ ആന്തരിക സത്യ ധ്യാനത്തിൽ നമ്മൾ ഏറ്റവും സ്ഥാനം കൊടുത്തിരിക്കുന്നത് പാപത്തെ പറ്റിയുള്ള ആഴമേറിയ വിശദമായ അറിവ് കൊടുത്ത് 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 അവസാനം ഏറ്റവും പൂർണ്ണമായൊരു കുമ്പസാരത്തിലേക്ക് എല്ലാവരെയും എത്തിക്കും. ധ്യാനത്തിന് സാക്ഷ്യം പറയുന്ന എല്ലാവരും പറയും, ജീവിതത്തിൽ ഇതുപോലൊരു കുമ്പസാരം ഇന്ന് വരെ നടത്തിയിട്ടില്ല. അപ്പോൾ ഉണ്ടായ ആന്തരികമായ സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും ആർക്കും മാറ്റാൻ പറ്റാത്തത്ര വലുതാണ്. ഇത് ചിലർ മുൻകൂട്ടി അറിഞ്ഞിട്ട് ഇവിടെ പറയും, ഒരു നല്ല കുമ്പസാരം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ധ്യാനത്തിലേക്ക് വന്നത്. നിങ്ങളോട് ഞാൻ ഒരു വെല്ലുവിളിയോട് പറയുകയാണ്, നിങ്ങൾ ഈ നോമ്പ് കാലത്ത് ഇവിടെ 4 ദിവസം സമയം ഉണ്ടാക്കി ഇവിടെ ധ്യാനം കൂടണം. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെയാണ്. ഇച്ചിരി മരുന്നൊക്കെ വെച്ച് കിട്ടി വിടാനേ പറ്റും. ഉപവാസ പ്രാർത്ഥന ഒരു ഫസ്റ്റ് എയ്ഡാണ്. പെട്ടെന്നൊരു ചെറിയ മരുന്നൊക്കെ വെച്ച് കിട്ടി വിടാമെന്ന് പറഞ്ഞു. നിങ്ങൾ 4 ദിവസം മാറ്റി വയ്ക്കണം. 4 ദിവസം വന്ന് ഇവിടെ വന്ന് ആന്തരിക സൗഖ്യജ്ഞാനം കൂടി കഴിയുമ്പോൾ മനസ്സിലാകും, നിങ്ങളുടെ ആത്മാവിനെ കറയില്ലാത്തതാക്കാൻ പറ്റുന്ന, ആത്മാവിന് സ്വർഗീയ ശോഭയുള്ളതാക്കാൻ പറ്റുന്ന ഒരു നവീകരണാനുഭവത്തിൽ കടന്നു പോകാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരാളുടെ ധ്യാനം കൂടാൻ വന്നിട്ട് അയാൾ മലയാളം അറിയാൻ പാടില്ല പുള്ളിക്ക്. അപ്പോൾ 8 പ്രാവശ്യം മതി ആൾക്ക്, 8 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ധ്യാനത്തിൽ ഇരിക്കുക എന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങിയാൽ മാത്രമല്ല, ഇങ്ങനെ കണ്ണിൻ്റെ ഇമ വെട്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഇതൊരു ഞാൻ ശ്രദ്ധിച്ചത് ഇയാളിങ്ങനെ ഫുൾ സമയം അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ വിളിച്ച് പുറത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഇയാൾക്ക് മനസ്സിലാക്കിയ ഭാഷ. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു. അപ്പോൾ പറയുന്നത് ഇയാളുടെ അപ്പൂപ്പൻ ഉൾപ്പെടെ ജനിച്ചിരിക്കുന്നത് ബോംബെയിലാണ്, നാട്ടിലേക്ക് വരാറില്ല. അപ്പം ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത് ധ്യാനത്ത്? അത് ഒരാളൊരിക്കലും ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എടാ നീ മരിക്കുന്നതിന് മുമ്പ് ചിറ്റൂർ പോയി ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കണം. നീ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കണം. കാര്യമൊന്നും പുള്ളി പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷാണ് പറഞ്ഞത്. ദ വെരി ഫസ്റ്റ് ടൈം ഐ സ്റ്റെപ്ഡ് ഇൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ഗോഡ് ഈസ് ഹിയർ. ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ ഇവിടെ വെച്ച് കർത്താവിനെ കണ്ടു. അതുകൊണ്ട് അച്ഛൻ പ്രസംഗിക്കുന്ന ഒരു വാക്ക് പോലും മനസ്സിലാകുന്നില്ലെങ്കിലും അച്ഛൻ അടുത്താട് പ്രസംഗിക്കുമ്പോൾ ഞാൻ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് അന്ന് ഒരു ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഉള്ള കാലത്താണ്. അന്ന് ഇന്ത്യക്കകത്തുള്ള വിമാനയാത്രയൊക്കെ വളരെ കുറവുള്ള കാലം, 10-20 വർഷങ്ങൾക്ക് മുമ്പ്. ബോംബെയിൽ നിന്ന് വിമാനത്തിൽ യാത്ര ചെയ്ത് വരികയാണ് ഓരോ ആഴ്ചയിലും ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കാൻ. ഭാഷ മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറയാം, എനിക്ക് ഭാഷ മനസ്സിലാകണ്ട, എനിക്ക് പ്രസംഗം കേട്ട് മനസ്സിലാക്കേണ്ട, എനിക്ക് കർത്താവിനെ കണ്ടാൽ മതി വെച്ചോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പാപിനിയായ സ്ത്രീ
എടുത്ത റിസ്ക് വല്ലാത്ത റിസ്ക്കാല്ലേ. നാട്ടുകാരെ മുഴുവൻ കാണെ നാണം കെടേണ്ടി വന്നു. പക്ഷേ അവൾ വിശുദ്ധ മഗ്ദലേന, അവളുടെ പേരിൻ്റെ ഇടതുവശത്ത് വിശുദ്ധ എന്ന് ചേർക്കാൻ കാരണമായി ആ ഒരൊറ്റ കുമ്പസാരം കൊണ്ട്, ആ പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ കൊണ്ട് അവളുടെ പേരിൻ്റെ ഇടതുവശത്ത് വിശുദ്ധ എന്ന വാക്കോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം പാപത്തെ പറ്റി കരയണം. പുതിയ പാപം ചെയ്യാൻ വേണ്ടിയല്ല, പഴയ പാപത്തെ പറ്റി കരയണം. പഴയ പാപത്തിൽ എന്തുമാത്രം കരയാൻ പറ്റുമോ അത്രയും കരയണം. ഈ സ്ത്രീയെപ്പോലെ കർത്താവിൻ്റെ പാദം കിടന്ന് അവൾ നടത്തിയ കരച്ചിൽ, നേരത്തെ പറഞ്ഞ പോലെ കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ പാദം നനച്ചു. ഒരുപാട് പശ്ചാത്താപത്തിൻ്റെ പ്രകാശനം. കാരണം ഈശോ അതിനെ വ്യാഖ്യാനിക്കുന്ന പശ്ചാത്താപമായിട്ടല്ല, ഇവൾ എന്നെ അധികമായി സ്നേഹിച്ചു എന്നാണ് ഈശോയുടെ വ്യാഖ്യാനം. കണ്ടോ, ആ സ്ത്രീ പാപത്തെപ്പറ്റി കരയുന്നു, കർത്താവിനോട് ഒരു പുതിയ ലേബലൊട്ടിക്കുകയാണ്, ഇവൾ എന്നെ അധികമായി സ്നേഹിച്ചു. നമ്മളെപ്പറ്റി ഈശോയ്ക്ക് പറയാൻ പറ്റുമോ? അത് എന്താണ് ഈ അധികമായി അർത്ഥം? ആവശ്യത്തിലും കൂടുതൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ. നമ്മൾ കൂലിപ്പണിക്കാരന് ഒരു 1500 രൂപ കൂലി കൊടുക്കണം വിചാരിക്കുക, നമ്മളവന് 5000 രൂപ കൊടുത്തു. അപ്പോൾ അവൻ എന്ത് സന്തോഷമായിരിക്കും, എനിക്ക് 1500 കിട്ടാനേ യോഗ്യതയുള്ളൂ, എനിക്ക് അധികമായി 3500 കൊണ്ട് തന്നു. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളൊരു പാപം ചെയ്തു, അതിന് പശ്ചാത്തപിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അധികമായി പശ്ചാത്തപിക്കണം. വിശുദ്ധ ആഗസ്റ്റിൻ പറയുന്ന വാക്കുണ്ട്. വിശുദ്ധ ആഗസ്റ്റിനെ പറ്റി നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ വിളിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഓററ്റർ ഇൻ ദ വേൾഡ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാഗ്മി, ഭയങ്കര ജ്ഞാനിയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഇടക്കാലത്ത് പാപച്ചേറ്റിൽ വീണ് നശിച്ചു, വ്യഭിചാരത്തിൽ വീണു. റോമായിൽ പഠിക്കാമെന്ന് അദ്ദേഹം അതൊക്കെ മറന്ന് വേശ്യാവൃത്തിയിലേക്ക് വീണ് നശിച്ചു. 30-ാമത്തെ വയസ്സിൽ മാനസാന്തരം വന്നപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ട് വൈദികനായി താമസിയാതെ രൂപതയുടെ മെത്രാനായിട്ട് അദ്ദേഹം വാഴിക്കപ്പെട്ടു. അന്ന് ഇത്രയും മെത്രാന്മാരൊന്നും ലോകത്തിൽ, നിസ്സാരം വരെ ഇതൊരാളാണ്. മെത്രാനായ ശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതി, മൈ കൺഫെഷൻസ് എന്നതിൻ്റെ പേര്, എൻ്റെ കുമ്പസാരം. അദ്ദേഹം ചെറുപ്പകാല എല്ലാ പാപങ്ങളും വിസ്തരിച്ച് ഒരു പുസ്തകം എഴുതി അച്ചടിച്ച് രൂപതയിലുള്ള എല്ലാ വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ആരെങ്കിലും ചെയ്യുമോ? അദ്ദേഹത്തിൻ്റെ പേരും പെരുമയൊക്കെ പോവുകയല്ലേ? പേരും പെരുമയും കൂടി. ഞങ്ങളുടെ മെത്ത എത്രയും സത്യസന്ധനാണല്ലോ, ഇത്ര എളിമയുള്ള ആളെന്ന് ഇപ്പോൾ ആൾക്കാർക്ക് ഭയവും ബഹുമാനം കൂടി. അപ്പം അദ്ദേഹം പറഞ്ഞൊരു ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ വ്യഭിചാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, കൊലപാതകം നടത്തിയിട്ടില്ല. പക്ഷേ കൊലപാതകത്തിൻ്റെ കേൾക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരയും. ഞാൻ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല ആരുടെയും, പക്ഷേ മോഷണത്തിൻ്റെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളു കിടന്ന് വിറയ്ക്കാതെ ഞാൻ കരച്ചിലേക്ക് എത്തും. എന്താണ് ഇവിടെ അറിയാമോ? എല്ലാ പാപത്തിനും ബന്ധമുണ്ട്. ഞാൻ ചെയ്ത ഒരു പാപം മാത്രമേ, ഒരു പാപം ചെയ്തെങ്കിൽ അർത്ഥം എല്ലാം ചെയ്തെന്ന് അർത്ഥം. ഞാൻ ഒരു പ്രത്യേക പാപം ചെയ്തിട്ടുള്ളെങ്കിലും ഞാൻ എല്ലാ പാപവും ചെയ്ത് കഴിഞ്ഞു. അതാണ് യാക്കോബ് 2:10 പറഞ്ഞില്ലേ, ഒരുവൻ നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അഗസ്റ്റിൻ രാവും പകലും കരയുമായിരുന്നാണ് പറയുന്നത്. വ്യഭിചാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആ ബന്ധം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹം ജീവിതകാലം മുഴുവൻ നിലവിളിച്ചുകൊണ്ട് നടന്നിരുന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ബോംബെയിൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായികമ്പുഴശ്ശേരി സഹായിക്കാൻ പോയത് ഞാൻ ഒരു മാസത്തെ ധ്യാനത്തിന്. ഞങ്ങളുടെ കൂടെ ഒരു ബ്രദറുണ്ടായ ബ്രദറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ധ്യാനമെല്ലാം കഴിഞ്ഞ് കാപ്പി കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഭർത്താവിനൊക്കെ തമാശയ്ക്ക് വെച്ചിരിക്കുമ്പോൾ ഈ ബ്രദർ ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ദിവസം രഹസ്യമായിട്ട് ചോദിച്ചു, ബ്രദർ എന്താ ചിരിക്കാത്തതെന്ന് ചോദിച്ചു. ബ്രദർ പറഞ്ഞു, ഒരു പാപത്തെ പറ്റി പറയാറില്ലേ? എന്നിട്ട് പറയുകയാണ്, അച്ഛാ ഇത് ചെയ്ത് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ചിരിക്കാൻ പറ്റിയില്ല. അത് നിങ്ങൾ വിചാരിക്കാൻ കൊലപാതക വിചാരമൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ പാപമാണ്. ഇതൊരിക്കൽ ചെയ്ത് എനിക്ക് ചിരിക്കാനുള്ള അവകാശം പോയച്ച. ഞാൻ എന്നും കർത്താവിനോട് കരഞ്ഞേ പറ്റൂ. അത് നമുക്കൊരു നെഗറ്റീവായി തോന്നിയേക്കാം പ്രസ്താവന, പക്ഷേ അയാളുടെ ശ്രദ്ധയാണ് പറഞ്ഞത് കേട്ടോ. ഒരു ചെറിയ പാപമാണ്, അതേപ്പറ്റി ഞാൻ ഇനി എനിക്ക് ആയുസ് എന്തോരം ഉണ്ടോ അത്രയും ദിവസങ്ങൾ പകല് മാത്രം കഴിഞ്ഞാൽ പോലെ
രാത്രി മുഴുവൻ കരഞ്ഞാൽ, കാരണം കർത്താവ് അത്ര നല്ലവനാണ്. നമ്മൾ ആ മനസ്താപത്തിൽ പറയുന്നില്ലേ, എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റുപരിയായി സ്നേഹിക്കുന്ന യോഗ്യനുമായ അങ്ങേക്കെതിരായി. അതുകൊണ്ടാണ്, അതാണ് പശ്ചാത്താപത്തിൻ്റെ ആവശ്യം. ഇപ്പം ഞാനൊരു കുട്ടിയെ ഒരടി അടിച്ച് വിചാരിക്കുക കൈകൊണ്ട് പള്ളിയിൽ വന്നപ്പം. എല്ലാവരും പറയാം, കൊച്ചല്ലേ എന്തെങ്കിലും പുസ്തകത്തരം കാണിച്ച് അച്ഛൻ തല്ലിയാൽ പറയും. പക്ഷേ ആ കൊച്ചിൻ്റെ അപ്പം വീട്ടിൽ പള്ളിയിൽ ഒന്ന് തല്ലിയാലോ അരംഗീകരിക്കല. കണ്ടോ, തല്ലുക എന്ന പ്രവൃത്തിയാണ് ചെയ്തത്. കൊച്ചിനെ തല്ലി, അതെല്ലാവരും നിസ്സാരമായിട്ട് കരുതി. അവൻ്റെ അപ്പനെ തല്ലുമ്പോൾ അഭിപ്രായം മാറും. നീ പ്രധാനമന്ത്രി തല്ലുകയാണെങ്കിൽ ജയിലിലും പോകും. പ്രവൃത്തിയൊക്കെ ഒന്നതിനെ തല്ലുക എന്നുള്ളതാണ്. പക്ഷെ ആർക്കെതിരായി ചെയ്യുന്നോ അതനുസരിച്ച് ഗൗരവം കൂടി വരുന്നുണ്ടോ. അപ്പോൾ ദൈവത്തിനെതിരായിട്ടുള്ളതാണ് പാപം. എന്തുകൊണ്ട്? ഒരു ചെറിയ പാപമെന്ന് കരുതുന്നത് പോലും അതീവ ഗുരുതരമാണ്. അതുകൊണ്ടാണ് ആകർഷണം പറഞ്ഞത്, എനിക്ക് ജീവിതം മുഴുവൻ കരഞ്ഞുകൊണ്ട് നടക്കണം, ജീവിതം മുഴുവൻ കരഞ്ഞുകൊണ്ട് നടക്കണം. നമുക്ക് ചോദിക്കാൻ കൃപയ്ക്ക് വരുന്നുണ്ട്, വലിയ കരയാണ്, ഗിഫ്റ്റ് ടീയേഴ്സ്. ഇപ്പം ലോകം പറയാൻ എന്താ, അടിച്ച് വിളിച്ച് രസിക്കുക, ചിരിക്കുക, നല്ലോണം ചിരിക്കുക, രസിക്കുക. പക്ഷേ ഉള്ളു കരഞ്ഞുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് ശരിക്കും അനുതാപത്താൽ കരയുന്ന വ്യക്തി കർത്താവ് പറയുന്നത്, നിങ്ങളിപ്പോൾ മലയിലെ പ്രസംഗത്തിൽ പറയുന്നതാണ്, നിങ്ങളിപ്പോൾ കരഞ്ഞ് വിലപിക്കും, കരയുന്നവരെ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ മലയിലെ പ്രസംഗത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യം അത്. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിച്ചു ആനന്ദിക്കും. ഭൂമിയിൽ വെച്ച് ജീവിതകാലം മുഴുവൻ സ്വന്തം കുറ്റങ്ങളെ ഓർത്ത് എപ്പോഴും കരയുന്നവർക്ക് നിത്യമായി ചിരിക്കാൻ പറ്റും സ്വർഗത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഈ അതിനപ്പുറം കരങ്ങൾ തുറന്ന് പിടിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ കാൽക്കൽ കിടന്ന് കരഞ്ഞ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ നമുക്ക് കാണാം. യേശുവിനെ പറ്റി അവൾ കേട്ടു. യേശു ആരാണ്? മാലാഖ യോസേപ്പിനോട് പറയുന്നൊരു വാക്കിലുണ്ട്. മാലാഖ യോസേപ്പിനോട് പറയാണ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേര് നൽകണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇതാണ് ലോകം കേട്ട ഏറ്റവും വലിയ സദ്വാർത്ത, സുവിശേഷം, ഗുഡ് ന്യൂസ് ഗോസ്പൽ. യേശു മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഏകവ്യവസ്ഥ പശ്ചാത്താപമാണ്. പാപം അംഗീകരിച്ചു ഏറ്റു പറയലാണ്, കർത്താവേ ഞാൻ അങ്ങയുടെ വത്സല മകനാണ്. ഒരു മാലാഖയെ അങ്ങ് മകളെന്ന് വിളിക്കാറില്ല. ഒരു മാലാഖയെ അങ്ങ് വിളിക്കുന്നത് സഹായകൻ, ശുശ്രൂഷി, സേവിക്കുന്നവൻ എന്നാണ്. എന്നാൽ പാപിയായ എന്നെ അങ്ങ് വിളിക്കുന്നതാകട്ടെ മകൻ, മകൾ എന്ന നിലയ്ക്കാണ്. അതിനാൽ തന്നെ എൻ്റെ പാപങ്ങൾ മാലാഖയുടെ പാപത്തെക്കാളും ഗുരുതരമാണ്. മാലാഖമാർ പ്രവൃത്തിയിൽ പാപം ചെയ്തില്ല, ചിന്തയിൽ ഒരു പാപം ചെയ്തു. അതിനാൽ തന്നെ അവരുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോയി, നരകത്തിലേക്ക് നിത്യമായി വലിച്ചെറിയപ്പെട്ടു. മാലാഖയുടെ ചിന്തയിൽ ഒരു പാപത്തിൻ്റെ ശിക്ഷ നരകമാണെങ്കിൽ, എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നല്ല ലക്ഷോപലക്ഷം പ്രാവശ്യം ഞങ്ങളുടെ പാപത്തിന് എത്രയോ കടുത്ത ശിക്ഷയാണ് എനിക്ക് അർഹമായിരിക്കുന്നത്. എന്നാൽ അതിലെല്ലാത്തിൽ നിന്നും പരിഹാരം ഒന്നുണ്ട്. പാപത്തെപ്പറ്റി കരയുക, പശ്ചാത്തപിക്കുക. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ എൻ്റെ പാപത്തെപ്പറ്റി ഞാൻ ഇതുവരെയും വേണ്ട വിധം പശ്ചാത്തപിച്ചിട്ടില്ല. വേണ്ട വിധം പശ്ചാത്തപിക്കാനുള്ള കൃപാവരം എനിക്ക് തരണമേ എന്ന് ഞാൻ യാചിക്കുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ കരയുവാൻ, അക്ഷരാർത്ഥത്തിൽ കരഞ്ഞ് വിലപിക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല പാപങ്ങളെയും ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട്. ന്യായീകരിച്ചതിലൂടെ ഞാൻ നശിക്കുകയാണ് ചെയ്തത്. കർത്താവെ, ന്യായീകരണം നിർത്തി പാപത്തെപ്പറ്റി ഉള്ളു ഉടഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഉള്ളു തകർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ നല്ല വ്യക്തിയാകാൻ വേണ്ടി ഞാൻ പാപത്തെ ന്യായീകരിച്ചതാണ്. അപ്പോഴൊക്കെ അങ്ങേ സന്നിധിയിൽ ഞാൻ തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. നേരെ മറിച്ച് എൻ്റെ പാപത്തെ അംഗീകരിക്കുകയും വെളിവുപ്പെടുകയും ചെയ്തിരുന്നപ്പോഴൊക്കെ ഞാൻ അങ്ങയുടെ വത്സല
മകനും മകളുമായി തീരുകയാണ് ചെയ്തത്. കർത്താവേ, അനുതാപത്തിന്റെ ആ കൃപാവരെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം ഞങ്ങളുടെ കണ്ണുനീര് വീണ്ടും കുതിരാനായിട്ട് അങ്ങ് കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കുരിശിൽ ഏറ്റപ്പെട്ടപ്പോൾ ഭൂമി പോലും കരയുകയുണ്ടായി. അങ്ങ് കുരിശിൽ ഏറ്റപ്പെട്ടപ്പോൾ ഭൂമി മുഴുവനും കരഞ്ഞെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഭൂമി മുഴുവനും കുലുങ്ങി എന്ന് പറയുന്നത് ഭൂമി മുഴുവൻ കരഞ്ഞു എന്നതിൻ്റെ വ്യാഖ്യാനമാണ്. ഈ ലോകം മുഴുവനും കരഞ്ഞു യേശു കുരിശിൽ ഏറ്റപ്പെട്ടപ്പോൾ. കാരണം ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ഈശോ അനുഭവിച്ച പീഡകൾ കണ്ട ലോകം കണ്ടുപറ്റി, സൂര്യൻ കണ്ടുപറ്റി, നട്ടുച്ചയ്ക്ക് ഇരുട്ടായിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു പോയി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു പോയി, ദേവാലയ തിരശ്ശീല മുകൾ താഴെ രണ്ടായി കയറി, പ്രപഞ്ചം മുഴുവനെ ഞെട്ടിവിറച്ചു യേശുവിന്റെ കുരിശുമരണം കണ്ടിട്ട്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റ പീഡകൾ, പുസ്തക വേദനകൾ ധ്യാനിക്കുന്ന ഈ വലിയ നോമ്പ് കാലത്ത് പാപത്തെ പറ്റി ശരിയായൊരു ബോധം ഞങ്ങൾക്ക് തരണമേ. ഒരു ആന്തരിക സൗഖ്യയാർക്ക് പങ്കെടുത്ത് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഒന്നൊന്നായി കണ്ടെത്തുവാനായിട്ട്, അതെല്ലാം തിരിച്ചറിയുവാനായിട്ട്, അതെല്ലാം പശ്ചാത്തപിക്ക് ഉപേക്ഷിക്കുവാനായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളും നമ്മുടെ സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ സമയത്ത് രണ്ടു നിൽക്കരുത്. ദൈവത്തിങ്കലെ ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കണം.
അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രം യേശു നിർദ്ദേശിച്ച ആളാണ് സാവൂൾ. അറിവില്ലായ്മ കൊണ്ട് തെറ്റുകൾ ഗൗരവമുള്ളതെന്ന് നമ്മൾ പറഞ്ഞേക്കാം. സാവൂളിന് യേശു ആരെന്ന് അറിയാൻ പാടില്ലാത്ത കാലത്താണ് തെറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് യേശു അവരോട് പറയുന്നത് എന്താ? സാവൂൾ സാവൂൾ, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? ഇരുമാലയെ തൊഴിക്കുന്ന നിനക്ക് നല്ലതല്ല കേട്ടോ. ഒരു പാപത്തെയും പറ്റി ന്യായീകരിക്കാതെ ദൈവമേ, എല്ലാ പാപത്തെ പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു. ദൈവത്തോട് നമ്മൾ ദ്രോഹം ചെയ്തതുപോലെ സഹോദരങ്ങളോടും അനേകം ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഒരു കക്ഷിയുടെ മേൽ 100 കെട്ടുകൾ ഉണ്ടായിരിക്കാം. 99 കെട്ടുകൾ അഴിച്ചാലും ഒരു കെട്ട് അവശേഷിക്കുന്നിടത്തോളം കാലം ആ പക്ഷിക്ക് പറന്നു വരാൻ പറ്റാത്തത് പോലെ ഒരു ചെറിയ പാപത്തിന്റെ കെട്ട് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം നഷ്ടപ്പെടും, ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും, എല്ലാ കൃപാവരങ്ങളും നഷ്ടപ്പെടും. അതിനാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത് എല്ലാ പാപങ്ങളും തിരിച്ചറിയുക, അവയെപ്പറ്റി ഹൃദയം തുടങ്ങി പശ്ചാത്തപിക്കുക, ഉപേക്ഷിക്കുക, ഉപസാര കുദാശ വഴി അതിൽ നിന്ന് പൂർണ്ണ മോചനം പ്രാപിക്കുക.
അങ്ങ് വാത്സല്യത്തോട് പറഞ്ഞ വാക്കുകൾ അവരുടെ അന്തരാത്മാവിലെ ആളുകൾ വരെ സ്പർശിച്ചു. അങ്ങയുടെ അരക്ഷാബലം ഞാനും കേൾക്കട്ടെ. മകനെ, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. അത് കേൾക്കാൻ തക്കവണ്ണം ഞാൻ പാപത്തെ പറ്റി അനുദമിക്ക് ഉപേക്ഷിക്കുകയും ചെയ്യട്ടെ. ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുമുണ്ട്, വിജയിക്കുന്നില്ല. കർത്താവേ, എനിക്ക് വിജയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുന്നു. പാപവും പുണ്യവും വേർതിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സ്വന്തം കുറ്റങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന 14 പേർക്ക് സ്വന്തം കുറ്റങ്ങൾ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ച് പശ്ചാത്തപിക്കാനുള്ള വരം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ലൈംഗിക ആസക്തി ജീവിതത്തിന്റെ വലിയ ഒരു അടിമത്തമായി മാറിയ 26 മക്കളെ ഈ സമയത്ത് കർത്താവ് മോചിപ്പിക്കുന്നുണ്ട്. പലരെയും മാറി മാറി പ്രണയി ജീവിതം നശിപ്പിക്കുന്ന 3 പേരെ പ്രണയത്തിന്റെ തീരാ ബന്ധത്തിൽ കർത്താവ് മോചിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിതമായ ഫോൺ ഉപയോഗം മൂലം ആന്തരിക വിശുദ്ധി നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന 27ഓളം പേരെ കർത്താവ് വിശുദ്ധീകരിച്ച് മോചിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഴയ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് കരുതിയിരുന്ന ഒത്തിരി പേർക്ക് പഴയ പാപങ്ങളോട് പിന്നെ കരയാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വ്യഭിചാര ദുർബലത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരുന്ന 3 പേരെ ഈശോ ഇന്ന് മോചിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ 2 പേരെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുന്നുണ്ട്. ഈശോയേ നന്ദി, ഈശോയേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും മാനസാന്തരപ്പെടാൻ തയ്യാറാകാതെ ആത്മീയ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തും, പക്ഷെ മാനസാന്തരത്തിന് ഒരിക്കലും തയ്യാറാകുകയില്ല, മുതിരുകയില്ല. അങ്ങനെയുള്ള 13 പേർക്ക് മാനസാന്തരത്തിന് കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ നന്ദി. കാലിൽ പഴുക്കുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെടുന്നതും അങ്ങനെ പാപത്തെ ഉപേക്ഷിക്കാൻ ശക്തി ലഭിക്കുന്ന 37 പേര് കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കുടുംബം തകർന്നു പോയ 17 പേര് കുടുംബം തകർച്ച കർത്താവ് നീക്കം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ പാപങ്ങളൊന്നും നിസ്സാരമായി കരുതുന്ന ആത്മീയ അന്ധതയിൽ പെട്ടുപോയി 27 പേർക്ക് ആത്മീയ വെളിച്ചം കൊടുത്ത് തങ്ങളുടെ സ്ഥിതി എന്താണെന്ന് കർത്താവ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വശത്ത് ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ നിർവഹണം, മറുവശത്ത് ഒട്ടും കുറവില്ലാതെ പാപവും ചെയ്യുന്ന അവസ്ഥയിൽ കിടന്നിരുന്ന ഏതാനും പേർ കർത്താവ് മാനസാന്തരം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. സ്വയം ഭോഗത്തിന്റെ അടിമത്തം മാറ്റി 15 പേരെ മോചിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ഹൃദയം കർത്താവ് ഇപ്പോൾ തൊടുന്നുണ്ട്. അവർക്ക് ഇനി ഇതുവരെ ഉണ്ടാകാത്ത പശ്ചാത്താപത്തിന് വരവും കർത്താവ് കൊടുക്കുന്നുണ്ട്. യേശുവേ നന്ദി,
പൂർണ്ണ കുമ്പസാരം വഴി കർത്താവ് സൗഖ്യം കൊടുക്കുമെന്ന് അല്ല ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാത്രിയാമത്ത് ഉറക്കസുഖം ഉപേക്ഷിച്ച് ഉണർന്നിരുന്ന് പാപികളെ രക്ഷയ്ക്ക് പ്രാർത്ഥിക്കാൻ 14 പേരെ കർത്താവ് തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഠിക്കാനുള്ള ലോണിന് അപേക്ഷിച്ചിട്ട് ലോൺ പാസ്സാകാതിരിക്കുന്ന 2 പേർക്ക് കർത്താവ് അനുഗ്രഹമായി കൊടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഡെയ്സിയുടെ വിവാഹം കർത്താവ് നടത്തി കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ധ്യാനത്തിൽ പങ്കെടുക്കാൻ, ആന്തരിക സൗകര്യത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹം നൽകി അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരാസക്തിയോടെയുള്ള നോട്ടുബന്ധത്തെ 19 പേരെ കർത്താവ് മോചിപ്പിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഷാജിയെ കർത്താവ് മാനസാന്തരപ്പെടുത്തി രക്ഷിക്കുന്നു. പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിച്ച് ന്യായീകരിച്ച് അവരെ വെറുക്കുന്ന 16 പേർക്ക് ക്ഷമിച്ച് സ്നേഹിക്കാൻ കൊടുക്കും. ഭവനം പണി മുടങ്ങിക്കിടക്കുന്ന 2 പേർക്ക് പൂർത്തിയാക്കാൻ ദൈവം കൃപ കൊടുക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ജീവിതത്തിൽ തുടരെ ക്ലേശങ്ങളും കട്ടുതലും ഉണ്ടാകുന്നുണ്ടെങ്കിലും ദൈവത്തിലുള്ള ശരണം ഒട്ടും കളയാൻ, ദൈവത്തെ പിടിച്ചുകൊണ്ടതിന് മുന്നേറുവാൻ 28 പേരെ കർത്താവ് ശക്തരാക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിത ചൂടുകൊണ്ട് ശരീരത്തിൽ കുരുക്കൾ മറ്റൊരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയെ, ഈശോയെ. ബ്രെയിൻ ട്യൂമറുള്ള കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൈറോയ്ഡ് രോഗിയെ സുഖപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഒരു ക്യാൻസർ രോഗി കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്നതിനുള്ള കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കഴുത്തിന്റെ കഠിന വേദന പോലും തിരിക്കാൻ പോലും പറ്റാത്തവരെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരമാസങ്ങളും വേദനകളും 8 പേർക്ക് സൗഖ്യം കിട്ടുന്നതോടൊപ്പം അത് കർത്താവിന്റെ പീഡാനുഭവത്തിൽ പങ്കിടുന്ന അവസരമാക്കാൻ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർഗ്ഗത്തിന് നടുവേദന മാറ്റി കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ. എയർഫോഴ്സിൽ ജോലി കൊടുത്തുള്ള കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപം ചെയ്തിട്ട് സ്വയം ന്യായീകരിച്ച് ആശ്വാസം കണ്ടെത്തിയിട്ട് 30 പേർക്ക് കഠിനഹൃദയം മാറ്റി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അൾസർ രോഗി കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈ പാപേറ്റുമെല്ലാം ദൈവമേ അങ്ങയുടെ കാരുണ്യാതിരെ ഭക്തവിധം എന്നോട് ദയ തോന്നണമേ. ദൈവമേ അങ്ങയുടെ കാരുണ്യാതിരേഖത്തിന് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. ദൈവമേ അങ്ങയുടെ കാരുണ്യാതിരേഖത്തിന് ഒത്തവിധം